കേവലം 60 രൂപയ്ക്ക് ഒരു അടിപൊളി എക്സ്പോർട്ടോ ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിൽ മാർച്ച് 30 മുതൽ തുടങ്ങുന്ന ഫോർട്ട് കൊച്ചിൻ ഫെസ്റ്റ് 2025 എന്ന എക്സ്പോയെ കുറിച്ചാണോ ഞങ്ങളോട് ഇപ്പോൾ പറഞ്ഞത്. ആഫ്രിക്കൻ പൈത്തൺ, അതുപോലെ തന്നെ ഇഗ്വാന, അതുപോലുള്ള നിരവധി ആനിമൽസും അതുപോലെ തന്നെ നിരവധി പക്ഷി മൃഗാദികളെല്ലാം നമ്മുടെ ഈ ഫെസ്റ്റിലുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിനും പറത്തങ്ങ് വിട്ടേക്കോട്ടോ. അതോടൊപ്പം തന്നെ പിള്ളേർക്ക് അടിച്ച് പൊളിക്കാനായിട്ടൊരു കിഡ്സ് അമ്യൂസ്മെന്റ് ഏരിയ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ രുചികരമായിട്ടുള്ള കൊച്ചിയുടെ തനതായിട്ടുള്ള ശൈലിയിലുള്ള നല്ല രുചിഭേദങ്ങളോട് കൂടിയുള്ള ഫുഡ് കോർട്ട് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല എല്ലാ ദിവസവും നല്ല അടിപൊളി മ്യൂസിക് ഷോസും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ ഇങ്ങനെ സംഭവം പൊളിയല്ലേ? കാലടി പഞ്ചായത്തിന്റെ ബസ് ടെർമിനൽ നിർമ്മാണം അശാസ്ത്രീയമെന്ന് LDF. UDF ഭരിക്കുന്ന കാലടി പഞ്ചായത്ത് ഭരണസമിതി നിർമ്മിക്കുന്ന ബസ് ടെർമിനൽ ഷോപ്പിംഗ് കോംപ്ലക്സ് അശാസ്ത്രീയമാണെന്നും ഇതിനെതിരെ LDF കാലടി പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കാലടി സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ പടിക്കൽ നിന്നും തുടങ്ങിയ പ്രകടനം കാലടി പട്ടണം ചുറ്റി പഞ്ചായത്തിന് മുൻപിൽ സമാപിച്ചു. ധർണാ സമരം CPIM അങ്കമാലി ഏരിയ സെക്രട്ടറി KP രജീഷ് ഉദ്ഘാടനം ചെയ്തു. ഗോപകുമാർ കാരിക്കോത്ത് അധ്യക്ഷനായി. MC റോഡ് 6 വരി പാതയാക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് നീങ്ങുകയാണ്. ആ സാഹചര്യത്തിൽ പിന്നീട് കെട്ടിടം പൊളിച്ചു മാറ്റേണ്ട സാഹചര്യം വരും. എന്നാൽ പഞ്ചായത്ത് ഭരണസമിതി തെറ്റായ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ്. കാലടിയിൽ നടന്ന പ്രതിഷേധത്തിൽ അങ്കമാലി കാലടി മേഖലയിലുള്ള സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും പങ്കെടുത്തു. പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് അടച്ചുപൂട്ടിയത് മൂലം കാലടിയിൽ ഗതാഗത കുരുക്കും ബസ് സർവീസ് പ്രതിസന്ധിയിലുമാണ്. പ്രതിഷേധ സമരത്തിൽ LDF നേതാക്കളായ MT വർഗീസ്, M മുകേഷ്, മാത്യൂസ് കോലഞ്ചേരി, ബേബി കാക്കശ്ശേരി, ജെയ്സൺ പാനിക്കുളങ്ങര, മാർട്ടിൻ മുണ്ടാടൻ, സിജോ ചൊവ്വരൻ, APGB എന്നിവർ സംസാരിച്ചു. എന്ന് പറഞ്ഞാൽ ദേശീയപാതയുടെ ഭാഗമായി കടന്നു പോകുന്ന ഇന്ന് പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന റോഡിനോടൊപ്പം തന്നെ MC റോഡ് 6 വരി പാതയാകുന്നു എന്ന് കാണുന്നു. അതോടൊപ്പം മലയോര ഹൈവേ വരുന്നു, തീരദേശ ഹൈവേ വരുന്നു. ഇങ്ങനെ ഗതാഗതത്തിന്റെ കാര്യത്തിൽ കേരളത്തിനകത്ത് വിപ്ലവകരമായ മാറ്റമാണ് വരാൻ പോകുന്നത്. വിപ്ലവകരമായ മാറ്റമാണ് കേരളത്തിനകത്ത് വരാൻ കഴിയുന്നത്. അങ്ങനെ റോഡ് ഗതാഗതം മാത്രമല്ല, ജലഗതാഗതം കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജലഗതാഗതം കൂടി വരുന്നു. ആ ജലഗതാഗതത്തിന് ഓരോ സെന്ററുകളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാറാൻ പോകുന്നു. ന്യൂസ് ബ്യൂറോ, കാലടി.